എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവുകയാണ്. 1968 നവംബറിലെ അഖണ്ഡ ജ്യോതിയിലൂടെ യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി പങ്കുവച്ച ആഴമേറിയ ധ്യാനത്തിന്റെ ലോകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അപ്പോ നമ്മുടെ ഈ യാത്രയെ അന്വേഷകന്റെ യാത്ര എന്ന് വിളിക്കാം. ഇത് 5 പ്രധാന ഭാഗങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങി നമ്മുടെ കടമകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ ഈ യാത്ര അവസാനിക്കും. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഏറ്റവും അടിസ്ഥാനപരമായൊരു ചോദ്യത്തിൽ നിന്ന്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെയൊക്കെ അടിസ്ഥാനം? എന്താണ് യഥാർത്ഥ സത്യം? ധർമ്മം എന്ന് കേൾക്കുമ്പോ ചിലർക്കെങ്കിലും അതൊരു പഴഞ്ചൻ ആശയമായി തോന്നാം, അല്ലേ? പക്ഷെ ഇവിടെ പറയുന്നത് അതല്ല. ധർമ്മം ഒട്ടും അശാസ്ത്രീയമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെയും നമ്മുടെ ജീവിതത്തെയും താങ്ങി നിർത്തുന്ന ഒരു നിയമം തന്നെയാണ്. ചിട്ടയായ ഒരു ജീവിതത്തിനുള്ള വഴികാട്ടിയാണിത്. നമ്മൾ ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളും സങ്കീർണമായ ആചാരങ്ങളുമൊക്കെയാകും മനസ്സിൽ വരുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന ഏറ്റവും ലളിതവും ശക്തവുമായ കാര്യമെന്താണെന്നറിയോ? ഈശ്വരനിലേക്കുള്ള വഴി ഒന്നേയുള്ളൂ. അതാണ് യഥാർത്ഥ നിരുപാധികമായ സ്നേഹം. പുറത്തുള്ള സത്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് യാത്ര ഉള്ളിലേക്ക് തിരിക്കാം. കാരണം നമ്മൾ തിരയുന്ന ഏറ്റവും വലിയ പ്രപഞ്ചം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ശക്തിയെയും സാധ്യതകളെയും നമുക്ക് കണ്ടെത്താം. ശരിക്കും നമ്മുടെ ശക്തി എവിടെയാണ്? അത് പണത്തിലാണോ? അതോ പദവിയിലാണോ? അല്ല, ഈ പഠനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ, ഒരിക്കലും നഷ്ടപ്പെടാത്ത ശക്തി അത് അറിവാണ്, ആത്മീയമായ അറിവ്. നമ്മുടെയൊക്കെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നോക്കൂ. ഇത് വെറുമൊരു മാംസവും എല്ലുമല്ല, മറിച്ച് വളരെ കൃത്യമായി ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു അത്ഭുത യന്ത്രം പോലെയാണ്. ഈ അത്ഭുതകരമായ യന്ത്രത്തിനുള്ളിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് കുണ്ഡലിനി. നമ്മുടെ നട്ടെല്ലിന്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന ഒരു മഹാശക്തി. ആ ശക്തിയെ ഉണർത്തുമ്പോഴാണ് ഒരു സാധാരണ മനുഷ്യൻ അസാധാരണമായ തലങ്ങളിലേക്ക് ഉയരുന്നത്. ശരി, നമ്മുടെ ഉള്ളിൽ ഇത്ര വലിയൊരു ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എളുപ്പമുള്ള വഴി നോക്കിയാണോ? അതോ ശരിയായ വഴി നോക്കിയാണോ? നമ്മുടെ പ്രവൃത്തികളെ നയിക്കേണ്ടത് ക്ഷണികമായ ആഗ്രഹങ്ങളല്ല, മറിച്ച് ഉയർന്ന ആദർശങ്ങളായിരിക്കണം. നമ്മുടെ മുന്നിൽ എപ്പോഴും 2 വഴികളുണ്ട്. ഒന്ന് പുറമേയുള്ള സമ്പത്ത് നേടാനുള്ള വഴി. അതിന്ന് വരും, നാളെ പോകും. മറ്റൊന്ന് നമ്മുടെ ഉള്ളിലെ സദ്ഗുണങ്ങൾ വളർത്താനുള്ള വഴി. ധൈര്യം, സ്നേഹം, അറിവ് ഇവയൊരിക്കലും നമ്മളെ വിട്ടുപോകില്ല. യഥാർത്ഥ സമ്പത്ത് ഇതാണ്. ഈ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ ഓട്ടമത്സരമല്ല, അതൊരു മാരത്തോണാണ്. അതിന് 2 കാര്യങ്ങൾ അത്യാവശ്യമാണ്. 1 ക്ഷമ, 2 ധൈര്യം. ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ഥിരമായി മുന്നോട്ടു പോകാൻ കഴിയൂ. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത, എന്നാൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ചില ശക്തികളെക്കുറിച്ച്. ഇവിടെയാണ് കാര്യങ്ങളെ കുറച്ചുകൂടി കൗതുകകരമാകുന്നത്. നമ്മളെ സഹായിക്കുന്ന അദൃശ്യ ശക്തികൾ, ഭാവിയെക്കുറിച്ചറിയാനുള്ള കഴിവ്, സംഗീതത്തിന് നമ്മുടെ ആത്മാവിനെ ഉണർത്താനുള്ള കഴിവ്. ഇങ്ങനെ ഒരുപാട് നിഗൂഢമായ കാര്യങ്ങളിലേക്കാണ് ഈ അറിവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഗായത്രി സാധനയുടെ കേന്ദ്രമായ സവിതയ്ക്ക്, അതായത് സൂര്യന്, ഒരു പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. സൂര്യൻ വെറുമൊരു നക്ഷത്രമല്ല, മറിച്ച് ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ജീവന്റെയും ശാസ്ത്രീയമായ ഉറവിടമാണ്. ഒരു ദൈവിക പ്രതീകം കൂടിയാണ്. നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഉള്ളിലെ ശക്തി, പുറത്തുള്ള ലോകം, കാണാത്ത ശക്തികൾ, ഇതെല്ലാം എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? ഈ യാത്രയുടെ അവസാനം എന്താണ്? അതാണ് ഈ ഭാഗം. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിന്റെ എല്ലാം ആകത്തുക എന്താണ്? ഗ്രന്ഥകർത്താവ് അത് വളരെ ലളിതമായി 2 കാര്യങ്ങളിൽ ഒതുക്കുന്നു. 1 നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുക. 2 നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണോ അത് കൃത്യമായി ചെയ്യുക. ഇത് രണ്ടുമാണ് ഒരു ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ. ആത്മീയത എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോകുന്നതാണെന്നാണ്. പക്ഷെ യഥാർത്ഥ ആത്മീയത അതല്ല. അത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടലല്ല, മറിച്ച് കൂടുതൽ അറിവോടും ലക്ഷ്യബോധത്തോടും കൂടി ജീവിതത്തിൽ ഇടപെടലാണ്. അപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്തതിന്റെ ഒരു സംഗ്രഹം നോക്കിയാൽ, ധർമ്മം ഒരു പ്രായോഗിക വഴിയാണ്. നമ്മുടെ യഥാർത്ഥ ശക്തി പുറത്തല്ല,
ഉള്ളിലാണ്. ഈ ശരീരം ഒരു പുണ്യ ഉപകരണമാണ്. ആദർശവും ധൈര്യവുമാണ് നല്ല ജീവിതത്തിനു വേണ്ടത്. ഏറ്റവും പ്രധാനം നമ്മൾ ആരാണെന്നറിഞ്ഞ് നമ്മുടെ കടമകൾ ചെയ്യുക എന്നതാണ്. ഈ യാത്ര ഇവിടെ തീരുമ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു. ഇത്രയും കാര്യങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലേ? ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം? ഇന്ന്, ഈ നിമിഷം, ഒരു പുതിയ ഉൾക്കാഴ്ചയോടെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു വലിയ കടമ അതെന്തായിരിക്കും? ഈ ഒരു ചിന്തയോടെ നമുക്ക് നിർത്താം.